മാത്രമല്ല കൺചേച്ചിയും അൻപണ്ണനും ഒക്കെ തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ ഉണ്ണിക്കുട്ടനും ഇവയും വെട്ടിരിമ്പിന്റെ സഹായത്തോടെ കാശിയെ പിടികൂടുന്ന CI മുംതാസ്. കാശിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഐരാവതിനോട് പറയുന്ന നീലാംബരി. തുടർന്ന് കാണുക. ആ ഭിക്ഷക്കാരൻ കാശിക്ക് എല്ലാം അറിയാം. അയാൾ ഭിക്ഷക്കാരനല്ല, കുട്ടികളെ തട്ടിയെടുക്കുന്ന മാഫിയയുടെ ഇങ്ങേയറ്റത്തുള്ള കണ്ണുകളിൽ ഒരാളാണ് അയാൾ. ഈ മാഫിയ സംഘത്തിന് ഏജന്റുമാര് പലരും ഉണ്ടാവല്ലോ. അവരൊക്കെ തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ നോക്കുമ്പം ഈ കാശിക്ക് മെയിൻ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാ തോന്നുന്നത്. ഇല്ല പിച്ചളെ, അയാൾ ഒരു താക്കോലാണ്. രഹസ്യങ്ങളുടെ വൻ നിലവറകൾ തുറക്കാനുള്ള ഒരു താക്കോൽ. ഇവിടെ നേരായ വഴിയിലൂടെയുള്ള പോക്ക് ഗുണം ചെയ്യാനിടയില്ല. നല്ലവരാണെന്ന് കരുതുന്നവരിൽ നിന്ന് തന്നെ പണി കിട്ടിയേക്കും. കുഞ്ഞുമണിയെ കണ്ടെത്തുന്നതിനൊപ്പം ഈ റാക്കറ്റിനെ തകർക്കാനും സാധിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവാർഡ് സിനിമ കാണുന്ന പോലെയാ ഞാനിതൊക്കെ കണ്ടും കേട്ട് ഇവിടെ നിൽക്കുന്നത്. ചില പൊട്ടും പൊടിയും മനസ്സിലാവുന്നല്ലാതെ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട കളിയാണെന്ന് ഏതാണ്ട് പിടികിട്ടി. അതൊരു വൻ പ്രശ്നം തന്നെയാണ് കേട്ടോ. കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്ന ടീമുകൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. ബായിക്ക് അവരെ കുറിച്ച് വല്ലതും അറിയൂ? അല്ല, അറിയോന്ന് ചോദിച്ചാ അതിന്റെ ആൾക്കാരെയൊന്നും അറിയില്ല. പക്ഷെ കുട്ടികളെ പല രീതിയിൽ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് അറിയാം. എനിക്ക് പെണ്ണും പിടക്കോഴിയും മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അതിന് ടെൻഷനൊന്നുമില്ല. അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം. നമ്മുടെ കുട്ടികളെ അല്ലല്ലോ കാണാതാവുന്നത്. അപ്പ പിന്നെ എന്തിന് ഇക്കാര്യത്തിൽ ടെൻഷനാവണം, അല്ലേ? തന്റെ വീട്ടിൽ മോഷണം നടക്കാതെ അടുത്തുള്ള വീട്ടിൽ കള്ളം കയറിയാൽ ആശ്വസിക്കും. തങ്ങളുടെ വീട്ടിൽ കറണ്ട് കട്ടായി പോയാൽ അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോന്ന് നോക്കി അവിടെയോ ഇല്ലല്ലോന്ന് പറഞ്ഞ് ആശ്വസിക്കും. നമ്മുടെ ആരുടെയും കുട്ടികളെ തട്ടിക്കൊണ്ടു പോയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഒതുങ്ങിക്കൂടും. ഇതാണ് മലയാളികളുടെ പൊതുരീതി. അവരവർക്ക് സംഭവിക്കുന്നതുവരെ സകലരും അനങ്ങാതിരിക്കും. സംഭവിച്ചു കഴിഞ്ഞാ കരച്ചിലും പിഴിച്ചിലുമായിട്ട് വരും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ കാശിയെ പ്രത്യേകം സൂക്ഷിക്കണം. ഇക്കാര്യം പുറത്താരും അറിയണ്ട. എനിക്ക് SP നേരി കാണേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങെത്തും. അതെ, ഞാനൊരു സത്യം ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ ആരാ? ഒരു സിനിമ കാണുന്നത് പോലെയുണ്ട്. CI, പിച്ചള, SP, പിച്ചക്കാരൻ, അന്വേഷണം ഒന്നും അങ്ങോട്ട് ചേരുമ്പടി ചേരുന്നില്ല. ബായി, ഈ പിച്ചളയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു ബായി ഉണ്ട് എനിക്ക്. മനസിജൻ ബായി. മനസിജൻ ബായിയുടെ പകരക്കാരനായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞുമണിയെ കണ്ടെത്തണം. അതിനുവേണ്ടി എന്റെ ജീവൻ കളയേണ്ടി വന്നാലും അതിനും തയ്യാറാണ് ഞാൻ. അങ്ങനെ ജീവൻ കളയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കുഞ്ഞുമണിയെ കണ്ടെത്താൻ നമുക്ക്. അതെ, നമുക്ക്. ഏതാണ്ട് സമാന്തരമായി പോകുന്നവരാ പിച്ചളയും ഞാനും. ഇനി മുതൽ ഞാനുമുണ്ടൊപ്പം. കുഞ്ഞുമണിയെ എയിം ചെയ്താണ് ഞാൻ നീങ്ങിയതെങ്കിലും ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് എനിക്കെത്താൻ കഴിഞ്ഞത്. നമ്മൾക്കൊന്ന് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറത്തേക്കാണ് ഈ മാഫിയയുടെ വേരുകളുള്ളത്. ഞങ്ങൾ പിടികൂടിയ കാശി എന്ന ഭിക്ഷക്കാരൻ മുതൽ അങ്ങ് ഹൈടെക് തട്ടിയെടുക്കൽ വീരന്മാര് വരെയുണ്ട് ഇവരുടെ ഗ്യാങ്ങിൽ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘങ്ങൾ ഒന്നും രണ്ടുമല്ല, അനവധിയുണ്ട്. അവർക്കൊക്കെ ഉന്നതതല സപ്പോർട്ടുകളുമുണ്ട്. അതെ സർ, അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലായിട്ട് ഒരു നീക്കം നടത്തിയത്. ആ ഭിക്ഷക്കാരൻ ഞങ്ങളുടെ രഹസ്യ കസ്റ്റഡിയിലാണുള്ളത്. സംഘം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിരളും. ഗുഡ് സർ, ഞാൻ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഘങ്ങളിലുള്ളവർക്കൊന്നും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് നേരെ സംശയത്തിന്റെ ചൂണ്ടുവിരൽ നീളാൻ ഇത്തിരി പ്രയാസമാണ്.
ഇത്തരം സംഘങ്ങളെ പിടികൂടാനായാൽ പല പ്രമുഖരുടെയും മുഖം മൂടി പിച്ച് ചിന്താനാവും. ഒട്ടനവധി കുട്ടികളുടെ ജീവൻ ഇപ്പോഴും മാഫിയകളുടെ കയ്യിലാ. ഉടനെ ഒരു നടപടി ഉണ്ടായേ തീരൂ. മുംതാസിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കുമുണ്ട് പരിമിതികൾ. എങ്കിലും ഞാൻ വേണ്ടത് ചെയ്യാം. സർ, പ്ലീസ് കം. ആ പിച്ചക്കാരൻ വിറ്റത് നമ്മുടെ കുഞ്ഞുമണി തന്നെ ആവാനാ സാധ്യത എന്ന പിച്ചള പറഞ്ഞത്. ഫോട്ടോ കാണിച്ചപ്പം അയാൾ കുഞ്ഞുമണിയെ തിരിച്ചറിഞ്ഞില്ലെന്നും പിച്ചള പറഞ്ഞു. അപ്പോ അത് കുഞ്ഞുമണി അല്ലായിരിക്കൂ? കുഞ്ഞുമണി തിരിച്ചറിഞ്ഞിട്ടും അറിയില്ലെന്നോ ഓർമ്മയില്ലെന്നോ അയാൾ കള്ളം പറഞ്ഞതായിരിക്കും. പിച്ചളയും അത് തന്നെയാ പറയുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം കുഞ്ഞുങ്ങളെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞുമണിയെങ്ങാനും. കുഞ്ഞുമണി തീരെ ചെറിയ കുഞ്ഞല്ലേ, എന്ത് ചെയ്യാനാ? പിള്ളാരെ പിടിച്ചോണ്ട് പോണവർക്ക് വല്ല വകതിരിവും ഉണ്ടാവുമോ? പിച്ചതണ്ടി വരുന്ന ഓരോരുത്തരുടെ കയ്യിൽ കാണാം മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ വരെ. ഓ, ഓർക്കുമ്പം തന്നെ തല കറങ്ങുന്നു. പിച്ചള പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുമണിക്ക് ആപത്തൊന്നും വരാനിടയില്ല. ഇനി കുഞ്ഞുമണിയെ കണ്ടെത്തിയാൽ മാത്രം മതി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നിസ്സാരക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. ആ നിലയ്ക്ക് അവരെക്കുറിച്ച് സൂചന കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? പിച്ചളയെ സമ്മതിക്കണം ബാലേട്ടാ. നമുക്ക് വേണ്ടി എന്തൊക്കെയാ സഹിക്കുന്നത്. ഈ കടപ്പാടൊക്കെ എന്ന് വീട്ടിൽ തീർക്കാനാവും. ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോലും പിച്ചള സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ വേണമെന്നാണ് പിച്ചള പറയുന്നത്. മുള്ളിന്മേലുള്ള ഈ നിൽപ്പ് അതിനേക്കാൾ ദുസ്സഹമാണ്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, പിച്ചളയെ എത്രയും വേഗം എന്റെ കുഞ്ഞുമണിയുടെ അടുത്ത് എത്തിക്കണേ. അങ്ങനൊരു റിപ്പോർട്ട് എനിക്കും കിട്ടി. അന്വേഷണവും പരാക്രമവും ഒക്കെ ഒരു ഫോർമാലിറ്റിയാ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണ്ടേ? ഇതങ്ങനെയാണെന്ന് തോന്നുന്നില്ല. വളരെ സ്ട്രോങ് ആയ ഒരു നീക്കമാണ് നടക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൈ നിന്നില്ലെങ്കിൽ നിൽക്കും. ഇത് വലിയൊരു പ്രസ്ഥാനമാ. അതിന്റെ ഒരു അരികു മാത്രമേ ബലരാമൻ കണ്ടിട്ടുള്ളൂ. എല്ലാ വശവും കണ്ടാൽ അറിഞ്ഞാൽ ഈ ഭയം ഉണ്ടാവില്ല ബലരാമന്. ഇവിടുന്ന് താവളം മാറണമെന്ന ഘട്ടം വന്നാൽ മാറാം. അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. താവളം മാറിയേ തീരൂ എന്നൊരു സാഹചര്യം വന്നിട്ടില്ല ഇതുവരെ. ബലരാമൻ കൊണ്ടുവന്ന ന്യൂസ് വാസ്തവം തന്നെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. താവളം മാറേണ്ടി വരികയാണെങ്കിൽ അതിനു മുമ്പ് ഇവിടെയുള്ള മുഴുവൻ കുട്ടികളെയും വിറ്റൊഴിവാക്കണം. ഡീൽ ഉറപ്പിച്ച് പണം കൈപ്പറ്റിയ കുട്ടികൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കാൻ പാടില്ലേ? ഒക്കെ ഓൺലൈൻ ഇടപാടുകളല്ലേ. കുട്ടികളെ അങ്ങനെ ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുമോ? സമയവും സന്ദർഭവും നോക്കി ക്ലയൻസ് എത്തും. അതുവരെ ഇവറ്റകളെ കാത്തുവെച്ചേ പറ്റൂ. പാവം മണിക്കുട്ടി ഒറ്റയ്ക്കായില്ലേ? ഞാൻ കാരണല്ലേ മണിക്കുട്ടിക്ക് ഈ അവസ്ഥ വന്നത്. അന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ മണിക്കുട്ടിപ്പോ അച്ഛൻ്റെ അമ്മയോടൊപ്പം സന്തോഷമായിട്ടിരുന്നേനെ. എന്നെ പ്രതീക്ഷയൊക്കെ പോയിക്കൊണ്ടിരിക്കും ഉണ്ണിക്കുട്ടാ. നമ്മളെ ഓരോരുത്തരെ അവർ വിറ്റോണ്ടിരിക്കും. ഉണ്ണിക്കുട്ട, ഇവ ഏത് നേരം ഇവിടെ പോലീസ് എത്തും. പോലീസ് എത്തിയാ എല്ലാരും രക്ഷിച്ചു കൊണ്ടുപോകും. കഞ്ചേച്ചിനോട് ഇതാരാ പറഞ്ഞേ? നീലാംബരി മാഡവും ബലരാമൻ എസ്ഐയും കൂടി സംസാരിക്കുന്നത് കേട്ടതാ. അവരെത്തുന്നതിന് മുൻപ് താവളം മാറും. താവളം മാറുമ്പോ നിങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റൊഴിവാക്കണമെന്നാ നീലാംബരി മാഡം പറയുന്നത്. നിങ്ങളൊക്കെ കിട്ടിയ വിലക്ക് വിറ്റ് അവരൊക്കെ രക്ഷപ്പെടും. എന്നിട്ട് വേറൊരു സ്ഥലത്ത് വേറെ രീതിയിൽ. അതിന്റെ സംസാരം അപ്പുറത്ത് നടക്കുന്നത്. അപ്പോ നമുക്കിടന്ന് രക്ഷപ്പെടാനാവില്ലേ? രക്ഷപ്പെടാനൊക്കെ പറ്റും. നമ്മൾ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആ SI ബലരാമൻ സാറിന്റെ റേഞ്ച് വേറെയാണെന്ന്. അതിതാണ്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന സംഘത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഈ SI ആണ്. ഇത് പുതിയ അറിവൊന്നും അല്ലല്ലോ ബായ്. കുഞ്ഞുമണിയിലേക്ക് എത്താനുള്ള ഒരു പിടിവള്ളി കിട്ടില്ലല്ലോ. കിട്ടണമല്ലോ. SIയെ വട്ടം ചുറ്റി നിന്നാലേ എന്തെങ്കിലും ഒരു വാല് കിട്ടാതിരിക്കില്ല. എനിക്കേതായാലും ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ പോകണം, ഈ ഒപ്പിടാനായിട്ടേ. അപ്പൊ വല്ല തോണ്ടിയെടുക്കാൻ പറ്റുമോ നോക്കാം.
പിച്ചക്കാരന്റെ വേഷം കെട്ടി കുട്ടികളെ പിടിക്കുന്ന കാശി, SI ബലരാമൻ, രണ്ടും മെയിൻ ആൾക്കാർ തന്നെയാണ്. കാശി നമ്മുടെ കസ്റ്റഡിയിലാണല്ലോ ഉള്ളത്. കാശിയെ കാണാതായതിന്റെ ഒരു വെപ്രാള അവർക്ക് ഉണ്ടാവും. SIയിൽ നിന്ന് അത് മനസ്സിലാക്കാനാവും. അതെ, ഈ SIയിൽ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യമായി തുടങ്ങാം. എന്നെ കാണുമ്പോ മമ്മയ്ക്കും പപ്പയ്ക്കും എന്ത് സന്തോഷാവും. ഞാൻ വീട്ടിലെത്താൻ പോവാന്ന് അവരെ അറിയിക്കാൻ ഒരു വഴിയില്ലല്ലോ. ഫോൺ ചെയ്ത് പറയാന്ന് വെച്ചാ ഫോൺ നമ്പറൊക്കെ എനിക്കറിയാം. അതിന് ഫോൺ വേണ്ടേ? ഫോൺ പോയിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലുള്ള അവകാശം നമുക്കില്ലല്ലോ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാ വീട്ടിലെത്താനുള്ളവരൊക്കെ ഇവയ്ക്കറിയോ? ബോധം കെടുത്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്നാലും വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. യൂണിറ്റ് ആരാധനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും നമ്മുടെ കൂടെ രക്ഷപ്പെടാറുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയായിരിക്കും? എവിടെ ആയാലും ജീവനോടെ ഇരുന്നാ മതിയായിരുന്നു. യൂണിറ്റിന്റെ ആരാധനയുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മമാരുടെ സ്ഥിതി എന്തായിരിക്കും? അവർക്കൊന്നും യൂണിറ്റിന് ആരാധന കാണാൻ പറ്റില്ലല്ലോ. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. രക്ഷപ്പെടാന്ന് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ രക്ഷപ്പെടുന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടുന്ന് താവളം മാറാനും നിങ്ങളൊക്കെ വിൽക്കാനുള്ള തകൃതിയായ നീക്കങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്കിവിടുന്ന് രക്ഷപ്പെടാനാവില്ലേ? എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ മനസ്സിൽ? ഒരു വഴി തെളിഞ്ഞു വരും. ഇവിടുന്ന് രക്ഷപ്പെട്ട് ഇവയ്ക്ക് ഇവയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചേരാനും ആവും. എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ എത്തിച്ചേരാനും ആവും. പക്ഷെ എനിക്ക് മാത്രം എനിക്ക് പോവാൻ സ്ഥലമൊന്നുമില്ല. കാത്തിരിക്കാൻ അച്ഛനും അമ്മയോ ഇല്ല. എന്നാലും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. താവളം മാറുന്നതിൻ്റെ എങ്ങനെയെങ്കിലും നമ്മളെ വിറ്റൊഴിവാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അവരെല്ലാവരും. അതിനിടയിൽ കണ്ണുവെട്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കണം. എനിക്ക് എത്താൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ എൻ്റെ യൂണിറ്റിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവൻ്റെ പപ്പ, ഞങ്ങളുടെ റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, എന്തിന് അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ യൂണിറ്റിന്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട് സർ. ഓഹോ, ഇനിയിപ്പോ ഞങ്ങളുടെ സഹായം എന്തിനാ? ഈ പറഞ്ഞവരൊക്കെ വിചാരിച്ചാൽ നിങ്ങളുടെ മോനെ കണ്ടെത്താൻ പറ്റില്ലേ? എന്റെ മകന്റെ മിസ്സിംഗ് കേസിൽ ഞാൻ എത്ര ആഴ്ച കൊണ്ട് ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് സർ. എനിക്കോ എന്റെ ഫാമിലിക്കോ ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയെങ്കിലും ഒരു മറുപടി തരാൻ സാറിന് കഴിയാതെ പോകുന്നത് വലിയ കഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ മകന്റെ കേസ് അന്വേഷിക്കുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? നോക്ക്, രാവിലെ 8 മണിക്കെടുത്തുള്ള ഈ യൂണിഫോമേ പാതിരാത്രി ആയാലും ഊരി മാറ്റാൻ കഴിയാത്ത വിധം ജോലി ചെയ്യുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. നിങ്ങൾ ഈ ടേബിളിലേക്കൊക്കെ നോക്കിയേ. ഇവിടെ നിങ്ങളുടെ മിസ്സിംഗ് കേസ് മാത്രമല്ല, അതിർത്തി തർക്കവും, കഞ്ചാവ് കേസ്, പെണ്ണ് കേസ്, ആക്സിഡന്റ് കേസ്, അങ്ങനെ 100 കണക്കിന് കേസുകളാണ് ഇവിടെ ഉള്ളത്. എന്റെ ജോലി ഭാരത്തെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? സാർ, എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ വണ്ടിയോ മൊബൈലോ ഒന്നും അല്ല. 10 മാസം ചുമന്ന് ഞാൻ ജന്മം കൊടുത്ത് ഞാൻ ഓമരിച്ചു വളർത്തിയ എന്റെ മോനെയാണ്. നോക്ക്, ഇത് മാത്രമല്ല എന്റെ മുന്നിലുള്ളത്. 100 കണക്കിന് മാൻ മിസ്സിംഗ് കേസുകളാണുള്ളത്. കാണാതായവരൊക്കെ എവിടെയുണ്ട്, എന്തെടുക്കുന്നു എന്നൊക്കെ അറിയാനേ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല. സാർ, ഞാനൊരു അമ്മയാണ്. എന്റെ മകന് വേണ്ടി ഞാൻ കരയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാവോ? ഹോംവർക്കുകളെല്ലാം ചെയ്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്ന് സന്തോഷത്തോടെ ടാറ്റയും നൽകി സ്കൂളിലേക്ക് പോയ എന്റെ ജൂനറ്റിനെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അന്ന് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എന്റെ മോനെ കാണാതായത്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മകന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്കും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ? എവിടുന്നെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാണെങ്കിലേ ഞാൻ നിങ്ങളെ അറിയിച്ചോളാം. പ്ലീസ്, എനിക്കിവിടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ഒരു ജൂനറ്റ് അവനിപ്പോ കിട്ടിയത് തന്നെ.
എന്താടോ? അയ്യോ, ഒപ്പിടാൻ വന്നാണ് സാറേ. ആഴ്ചയിൽ ഇവിടെ വന്ന് ഒപ്പിട്ടില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ ഈ നാട് വിട്ടു പോയെന്ന്. ഞാനെന്താ ഇതെടുത്ത് നിന്റെ മുന്നിൽ മലർത്തി വെച്ച് തരണോ? അയ്യോ അയ്യോ വേണ്ട സാറേ, ഞാൻ എടുത്തിട്ടോളാം. ഒരു സ്ത്രീ ഇപ്പൊ കരഞ്ഞോണ്ടിറങ്ങി പോയില്ലേ സാറേ, അതാരാ? ഒപ്പിട്ടിട്ട് വേഗം ഇറങ്ങി പോടാ. അയ്യോ, സാറിങ്ങനെ ചൂടാവാൻ വേണ്ടി ചോദിച്ചല്ല. ഈ സ്ത്രീകൾ കരയുന്ന കണ്ട എനിക്ക് സങ്കടം വരും. നിനക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിലേ അവരുടെ മോനെ നീ കണ്ടെത്തി കൊടുക്കും. എനിക്ക് തോന്നി സാറേ, അവരുടെ കുഞ്ഞിന് വേണ്ടിയാ കരയുന്നത്. ഇവിടുത്തെ നോട്ടീസ് ബോർഡിലും ചുവരിലും മൊത്തം കാണാതായ കുട്ടികളുടെ ചിത്രങ്ങളാണല്ലോ. നിന്ന നിപ്പിൽ സ്വന്തം പിള്ളേരെ ഇങ്ങനെ കാണാതായാൽ അച്ഛനമ്മമാരെങ്ങനെ സഹിക്കും സാറേ? സാറിനെ പോലുള്ള ഒരു ദയ കാണിച്ചാൽ അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട കുട്ടികളെ തിരികെ കിട്ടും, അല്ലേ സാറേ? നീ എന്തിനാണ് വന്നേ? ഒപ്പിടാനോ അതോ എന്നെ മനുഷ്യത്തെ പഠിപ്പിക്കാനോ? അയ്യോ സാറേ, ഞാനൊരു പൊതുകാര്യം പറഞ്ഞതാ. വെട്ടിരിമ്പെന്നുള്ള പേരുള്ളത് കൊണ്ട് എന്റെ വാക്ക് കൊണ്ടാൽ പോലും പലവർക്കും മുറിയും. വിട്ടേക്ക് സാറേ. സാറേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല. അതുകൊണ്ട് കുട്ടികളെ ഓർത്തുള്ള ടെൻഷനും ഇല്ല. ഭാര്യ മക്കളുമുള്ള സാറിനെ പോലുള്ളവർക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരെ പോലുള്ള അമ്മമാരുടെ വേദനയും സങ്കടവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ സാറേ? കുട്ടികളൊരു രാജ്യത്തിന്റെ നാളെയുടെ ശില്പികളാണ് സാറേ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാടത്തം ഈ മണ്ണിൽ അവസാനിപ്പിക്കണം സാറേ. നിർത്തണ എന്റെ പ്രസംഗം. ഒപ്പിട്ടിട്ട് വേഗം ഇറങ്ങിപ്പോയ നീ. അവന്റെ ഒരു വേദാന്തം പറച്ചില്. സാറേ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം അവരുടെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ എടുത്തിട്ട് ആ കുട്ടികളെ പിശാടന സംഘത്തിന് വിൽക്കുന്നത് നേരാണോ സാറേ? നീ ഒപ്പിട്ടോ? ആ, ഇട്ടു സാറേ. എങ്കിൽ വേഗം സ്ഥലം വിട്. ഓ, മാഡം, ഞാൻ സ്റ്റേഷനിലല്ലേ മാഡം. മുന്നിൽ ഒരാളിരിക്കുമ്പോൾ എങ്ങനെ മാഡം ഞാൻ ചാടിക്കറി ഫോൺ എടുക്കുന്നേ? പ്രിയ മാഡം പറഞ്ഞോ? ആ ഇല്ല മാഡം, ആ കിട്ടിയ ഇൻഫർമേഷൻ ഫേക്കാ. സെക്രട്ടേറിയറ്റ് പഠിക്കില്ല, ആ കുട്ടിയുടെ പേരൻസ് നിരാഹാരത്തിലാ. 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ കേസ് CBI ഏറ്റെടുത്തിട്ടില്ല. ഡോണ്ട് വറി മാഡം, ആ കുട്ടിയുടെ തിരാധാനം CBI ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാനല്ലേ പറയുന്നേ, നമ്മളെ ബാധിക്കില്ല അതൊന്നും. ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ശരി മാഡം, ഓക്കെ. പതിവ് ഒപ്പിടാൻ വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. മുള്ളും മുനയും വെച്ച് ഓരോന്ന് ചോദിച്ചപ്പോ SI ബലരാമൻ ഒന്ന് പെടഞ്ഞു. കുട്ടികളെ കാണാതാവുന്ന സംഭവത്തെക്കുറിച്ചാ ഞാൻ കുത്തി കുത്തി ചോദിച്ചത്. മൂപ്പർക്കതൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. പിടിക്കില്ലല്ലോ. ഈ മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കക്ഷിയല്ല മൂപ്പര്. ബലരാമനിലൂടെ നീങ്ങിയ മാഫിയ സംഘത്തെ കണ്ടെത്താനാവുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് തന്നെ എനിക്കും തോന്നുന്നു. അയാളും അവരും തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടും. കുഞ്ഞുമണിയെ കണ്ടെത്താനുള്ള വഴികൾ തുറന്നു കിട്ടിയെന്നും അധികം താമസിയാതെ കുഞ്ഞുമണിയെ കിട്ടുമെന്നും മനസ്സ് ജമ്പായിക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഉറപ്പ് എനിക്ക് പാലിക്കണം. നമ്മുടെ കസ്റ്റഡിയിലുള്ള കാശിയെ ഒന്നുകൂടെ ഒന്ന് ശരിക്കും കുടഞ്ഞാലോ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. കുഞ്ഞുമണിയെ കൊടുത്ത ടീമിലെ ഒരാളെങ്കിലും അയാൾക്ക് അറിയാതെ ഇരിക്കില്ല. അത് അയാളെ കൊണ്ട് പറയിക്കണം. നമുക്ക് പറയിപ്പിക്കാതെ ഇതിനേക്കാൾ കൂടിയ കേസുകൾ എത്രയോ കൈകാര്യം ചെയ്തിരിക്കുന്നു. SI ബലരാമൻ, അയാളിലേക്കെത്താൻ ഭിക്ഷക്കാരൻ കാശി, അങ്ങനെ മാഫിയ സംഘത്തിലേക്ക്. SI ആണത്രേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിറ്റ ഊമപ്പയ്യനില്ലേ, അവന്റെ ഫോട്ടോ ആയിട്ടാണ് ആ തള്ള സ്റ്റേഷനിലേക്ക് കയറി വന്നത്. ആ ഫോട്ടോ കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ ഉള്ളൊന്ന് കാളി. അതൊരു ഏണിയാവുന്ന എന്റെ പേടി. ആ ഊമ പയ്യൻ എത്തേണ്ടടുത്ത് എത്തി. ഇനി എന്തിനു പേടിക്കണം? കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നേ. അത് മനസ്സിലാക്കാതെ എന്റെ SI സാറേ, ഒരാളും ഇവിടെ വന്ന് ഒന്നും ചെയ്യില്ല. അതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് താവളം മാറാൻ തന്നെ നിശ്ചയിച്ചു. അതേതായാലും നന്നായി. കുറെ കാലമായില്ലേ ഇവിടെ തന്നെ. ഈ സെറ്റപ്പ് ഒന്ന് പൊളിച്ചു പണിയാൻ സമയമായി. ഒരു റീ വന്നു. ഇതൊരു പേടിച്ചോടലല്ല,
എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കളം മാറൽ. ഞാൻ ഇവിടെ നിന്നാലും ആരും തൊടില്ല. അതിനുള്ള ചങ്കുറപ്പുള്ളവർ ഉണ്ടാവില്ല. ഈ നീലാംബരി ഒന്ന് വിളിച്ചാൽ ഫോണിലെ സ്ക്രീനിൽ ആ പേര് തെളിഞ്ഞു കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന മേലാളന്മാരേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ സേഫ്റ്റി മാത്രം നോക്കാറില്ല. എന്റെ ഒപ്പം ഉള്ളവർക്കും ഞാൻ അതേ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സാമ്രാജ്യം കെട്ടി ഉയർത്തുന്നതിന് എന്റെ ചോരയും നീരും ബുദ്ധിയും ഒക്കെ ആവോളം ചിലവഴിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ അടിത്തറ. എന്നാൽ അതിനൊപ്പം എന്റെ കൂടെ നിന്നവരുടെ അധ്വാനത്തെയും ഞാൻ മാനിക്കുന്നുണ്ട്. എനിക്ക് മാത്രമായി ഒരത്ഭുതവും കാണിക്കാനാവില്ല. എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഇതൊരു പൂർണ്ണതയിലെത്തുന്നത്. ആ, നമ്മൾ ഇവിടുന്ന് മാറുന്നതിന് മുൻപ് ഇവിടെയുള്ള സകലതിനെയും വിൽക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇവിടെയുള്ള കുട്ടികളുടെ ഇടപാടുകൾ ഇവിടെ തന്നെ തീർക്കണം. ഇവിടുത്തെ അവസ്ഥകളൊക്കെ സേട്ടുവിനെ അറിയിച്ചേക്കെ. കുട്ടികളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ശരി. ആ കാശിയുടെ മിസ്സിങ്ങിൽ എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. കാശിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരുടെയോ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ സംശയം.